ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്നുവെച്ചാൽ ഇന്ന് ഏറെ സന്തോഷമായുള്ള ഒരു ദിവസമാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിന്ന ഒരു ദിവസമാണ്. വളരെയേറെ സന്തോഷമുണ്ട്. ഷാരുൻ്റെ കുടുംബത്തിനും ഷാരുനും ന്യായം കിട്ടിയതിൽ. ഷാരുൻ്റെ അന്ന് തൊട്ടേ ഷാരുൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കണ്ണീര് നമുക്ക് ഒരുപാട് വേദന നൽകിയ സംഭവമാണ്. എന്നുവെച്ചാൽ പ്രേമം എന്ന് പറഞ്ഞ് സ്നേഹം അടിച്ചിട്ട് ഒരു കുട്ടീനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ തെറ്റാണ്. എന്നാൽ ചെറിയ കുട്ടിയൊന്നല്ല, 22 വയസ്സ് എന്ന് പറഞ്ഞാൽ പക്വതയായതൊരു കുട്ടിയാണ്. അത്ര വലിയ ചെറിയ കുട്ടി ഇത്രയും പ്രായത്തിൽ ഇത്രയും ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ മൈൻഡ് എത്രമാത്രം ഇതായിരിക്കും എന്നുള്ള ഒരു ഇത് നമുക്ക് വല്ലതും പേടിയുണ്ടേനു. എന്താ വെച്ചാൽ വെറുതെ എന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് വന്നാൽ വീണ്ടും ഇതന്നെ ഈ കുട്ടി ചെയ്യും. ഒരു കാലം ഇങ്ങനത്തെ ഒന്നും നന്നാകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ പിന്നെയും മറ്റുള്ള കുട്ടികളെ ജീവിതം തകരാണ്ട് നിൽക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാരെ കണ്ണീരും വേദനയും. എന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ വളർത്തി കൊണ്ടുവരാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു. ആ അമ്മേൻ്റെ വേദന എത്രമാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്നിട്ട് ഇന്നും ഇതാണ് ഒരു കൂസല, ഒരു മുഖത്തൊരു പാട്ടോ ഒരു ഇതില്ല. അത് ഏറ്റവും വലിയ സങ്കടം. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ കേട്ടേരം തന്നെ നമ്മളെ മനസ്സിൻ്റെ അകത്ത് അത്രയും വേദന. അന്നും ഇന്നും നമുക്കൊരു വേദന. ആ അമ്മ കരയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ന്യൂസ് കാണുമ്പോൾ ആ അമ്മേൻ്റെ കണ്ണീര് വളരെയേറെ വേദനയാണെന്ന് വെച്ചാൽ ആ എങ്ങനെ മനസ്സ് തോന്നുന്ന നമുക്ക് എന്ന് വെച്ചാൽ അത്രയും സ്നേഹിച്ചിട്ട് ആ ചിരിച്ചു കൊണ്ടുള്ള ആ ഷാരുൻ എന്ന് പറഞ്ഞ മോൻ്റെ ആ മുഖം ഇന്നും നമുക്ക് കണ്ണിൽ ഇതാണ്. ഇന്നും ഇന്നലെയെല്ലാം ന്യൂസ് കാണുമ്പോൾ തന്നെ ചിരിച്ച മുഖം കാണുമ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് സ്നേഹിച്ചിട്ട് ഇങ്ങനെ ചതിക്കാൻ പറ്റിയ ഒരു ജീവൻ എടുക്കാൻ പറ്റിയ നമ്മൾ ഇന്നത്തെ കുട്ടികളായാലും സ്ത്രീകളായാലും എന്തിനാ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. വരാം നിയമപരമായിട്ട് അതെങ്ങനെയെങ്കിലും പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിൽ നിയമത്തിൻ്റെ വഴി പോയിട്ട് അത് ഒഴിവാക്കിയിട്ട് അവരവർ ജീവിക്കട്ടെ, നിങ്ങളും ജീവിച്ചോ. ഒരാളെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒരു അർഹതയില്ല. എന്താണെന്ന് വെച്ചാൽ അത് ദൈവത്തിന് മാത്രമേ ഒരു ഇതുള്ളൂ. എത്രമാത്രം നമുക്കത് കേൾക്കുമ്പോൾ ഇന്നും ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു വേദന. നമുക്കിത്ര വേദനയ്ക്കാണ് ആ നൊന്ത് പ്രസവിച്ച അമ്മേൻ്റെ ആ വേദന നിങ്ങൾ ആലോചിച്ചാൽ ഒരു കാലത്തും ആ കുട്ടിക്കോ ആ കുടുംബത്തിനോ ഒരിക്കലും പിന്നെ അതാ ശാപം മാറി തീരൂല. നമുക്കെല്ലാം പേടി കൊടുത്ത് ഇത് പുറത്ത് വന്നാൽ ഇതേ ചെയ്യുക വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ സ്ത്രീകൾക്കാണ് ഇന്ന് കൂടുതൽ, പെൺകുട്ടികളായാലും സ്ത്രീകൾക്കായാലും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ വളരെയേറെ ഈ കേരളത്തിൽ അധികം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് നടന്ന് അത് ഭയങ്കര സന്തോഷമായി നമുക്ക്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ കുറ്റം ചെയ്യുന്ന പ്രായപരിധി ഒന്നും നോക്കാണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നിയമം കൊടുക്കണം. 18 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായല്ലോ. അതിനി പിന്നെ അതൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ശിക്ഷ കിട്ടണം തന്നെ. ഇതൊരു നല്ലൊരു കാര്യം. ഇതിൽ ഏർപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം സത്യസന്ധയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് നമുക്ക്. ഇനി ഒരാളും ഒരു പെൺകുട്ടികളായാലും ഒരു സ്ത്രീകളായാലും മറ്റൊരു ജീവിതം തകർക്കാൻ ഇപ്പം കൂടുതൽ നടക്കുന്നത് വെച്ചാൽ ആൺപിള്ളേരെ ജീവിതമായാലും ആണുങ്ങളെ ജീവിതമായാലും അവീവം നടത്താനും പിന്നെ ഇങ്ങനെ ഒരാളെ ജീവിതത്തോണ്ട് കളിക്കാൻ ഇവർക്ക് യാതൊരു കൂസലുമില്ല. മാനസികമായി ഓരോ ആൾക്കാരെ ഇങ്ങനെ ഇതാണ് കൂടുതൽ. ഇനി അതിനും കൂടി ഒരു ഇത് വരണം, എന്നാലേ ഇനി കുറച്ച് ആൾക്കാർ പഠിക്കും. ഇതുകൊണ്ടെങ്കിൽ ഇനി മറ്റുള്ള സ്ത്രീകളായാലും പെൺകുട്ടികളായാലും പഠിക്കണം. ഇനി ഈ ശിക്ഷ കിട്ടുന്നുള്ള ഒരു പേടി വേണം. അഥവാ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരളവ് ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് വന്നാൽ മറ്റുള്ളവരും ചെറിയ ശിക്ഷയല്ലേ ഉള്ളൂ, നമുക്ക് എന്നും ചെയ്യാം. അപ്പോൾ ഇനി ഇതുകൊണ്ട് ആൾക്കാർ പഠിക്കണം. പെൺകുട്ടികളായാലും ആരായാലും സ്ത്രീകളായാലും പഠിക്കണം. ഇനി നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിലേ ഇനി ഇത് വളരെ സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇന്നലെയും ഒരുപാട് പ്രാർത്ഥിച്ച് ആ അമ്മക്ക് നീതി കിട്ടണം. എന്തായാലും ചെയ്ത് വളരെ ക്രൂരതയാണ്. ചെറിയ പ്രായം എന്ന് പറയണം, പഠിക്കണം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ ഇത്രയധികം ചെയ്യുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ മൈൻഡ് അത്രയും ഒരു ക്രിമിനൽ മൈൻഡാണ് ആ കുട്ടീൻ്റെ. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമായി. ഇതിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരായാലും ഇതിലിടപെട്ട എല്ലാവരും, പിന്നെ ഷാരുൻ്റെ ഏട്ടനും കുറേ ഇത് എന്തായാലും ഏതെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടും. എന്നുവെച്ചാൽ സത്യം എവിടെ ഉണ്ടാവും ആടെ ദൈവം ഉണ്ടാവും എന്ന് പറയുന്നത് ശരി തന്നെയാണ്. നമ്മൾ എത്ര കളി കളിച്ച് കഴിഞ്ഞാലും സത്യത്തിൻ്റെ ഇതിൽ എന്നായാലും കണ്ടുപിടിച്ച് അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം. ഇന്ന് രാവിലെ പറയണമെന്നുണ്ടേനും പിന്നെ കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു നമുക്ക്. എന്ന് വെച്ചാൽ അതന്നെ എത്രയോ ആൾ കാത്തു നിന്ന് എല്ലാവരും ഒരുപാട് വാർത്ത കണ്ട് എല്ലാത്തിലും കമൻറ്റും ആ കുട്ടിക്ക് ഇതായിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി ഒരു കാലത്തും തെറ്റ് ചെയ്ത ആളെ
വെറുതെ വിടാൻ പാടേയില്ല കോടതി. എന്തായാലും ഇതുപോലെ തന്നെ ശിക്ഷ കൊടുക്കണം. എന്നാലേ ഇനി ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടികളോ ഒരു ആൺകുട്ടികളായാലും ഇതാവും കൂടുതൽ നടക്കുക. അതുപോലെ തന്നെ ഇതിന് കൂട്ട് നിൽക്കുന്ന ഇങ്ങനെ തെറ്റ് വഴിയിൽ കൂട്ട് നിൽക്കുന്ന ആരായാലും, എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ ഉദ്യോഗസ്ഥന്മാർ ആര് കൂട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് ശിക്ഷ തക്കതായ അവർക്കും കൊടുക്കണം. അവർക്കും നല്ല ശിക്ഷ കിട്ടണം. എന്നാലേ അവരും ഈ കൂട്ട് നിൽക്കുന്ന ആളും പഠിക്കും. എന്നുവെച്ചാൽ പലയിടത്തും നമ്മൾ വളരെ മാനസികമായ അവസ്ഥയിലാണ് ഓരോ ആൾക്കാരും ജീവിക്കാൻ സമ്മതിക്കാണ്ട് പല ഇതിലും നിൽക്കുന്നത്. ഇന്ന് എന്തായാലും സന്തോഷം, വളരെയേറെ സന്തോഷം. ഇതിൽ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പിന്നെ നമ്മൾ സല്യൂട്ട്, നമ്മളെ ഗോഡീസ് ചാനലിൻ്റെ സല്യൂട്ട് ചെയ്യുന്നു. വളരെ സന്തോഷം എല്ലാവരും. താങ്ക് യു.